പുലരാൻ തുടങ്ങും ഒരു രാത്രിയാൽ തനിയെ കിടന്നു മിഴിവാക്കൾ ഒരു നേർത്ത തെന്നലലിയോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞു നെറുകിൽ തലോടി മാഞ്ഞു மலை காற்று வந்து தமிழ் பேசுதே மழைச்சாரல் வந்து இசை பாடுதே மலரோடு வந்து உரையாடுதே என்னோடு நீயும் பேசடி ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്നലെ ഉച്ചതൊട്ട് ഞാൻ വ്ളോഗൊന്നും എടുത്തില്ല. പിള്ളേരായിട്ട് ചാക്കോ സൗണ്ട് ഉണ്ടാക്കല്ലേ. ചെക്കരുന്ന് വീട് പൊളിക്കും. എന്തേന്നോ സൗണ്ട് ഉണ്ടാക്കാതിരിക്കും. അടി വേണോ? അപ്പം ഒന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെ ബിസിനസ്സായിട്ട് നല്ല തിരക്കായിരുന്നു. എന്താ കാര്യമൊക്കെ ഉള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാണ്. നമ്മളൊരു 3 days ഫ്ലാറ്റ് സെയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ മഞ്ജു വാര്യർ ഇട്ട ലോട്ടസ് നെക്ലസ്, വൈറലാക്കിയ ലോട്ടസ് നെക്ലസ്, അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ 250 റുപ്പീസിനാണ് നമ്മളത് കൊടുക്കണത് കേട്ടോ. 250 റുപ്പീസിന് പിങ്ക്, ഗ്രീന്, ബ്ലാക്ക്, ബ്ലൂ എന്ന കളേഴ്സിലാണ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ഇത്രയും ഹ്യൂജ് സപ്പോർട്ട് തരും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഫ്ലാറ്റ് സെയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മാല ഏതാണെന്ന് മനസ്സിലാകാത്തവർ എൻ്റെ ലാസ്റ്റ് റീൽസ് ഒന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക, ഞാൻ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ കുറേ എഡി സ്റ്റോണിൻ്റെയൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മാലകൾ. അത് ഫ്ലാറ്റ് സെയിലുള്ളതല്ല കേട്ടോ. നല്ല കുറേ എഡി സ്റ്റോണുകൾ, അതെല്ലാം ഒരു ബിലോ 1200 റേഞ്ചിൽ വരുന്ന കുറേ എഡി സ്റ്റോണിൻ്റെ നെക്ലസ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മെസ്സേജ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ കാണാം എഡി സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ മൾട്ടി കളറിൻ്റെ നെക്ലസ്സുകൾ, ആൻറ്റിക് നെക്ലസ്സുകളൊക്കെ നമ്മൾ കുറച്ച് അധികം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പുതിയത് കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ നല്ല വൈകുന്നേരം തൊട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ലോട്ടസ് മാലയാണ് കേട്ടോ. അപ്പോൾ ലോട്ടസ് മാല വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്യുക. കുറച്ചും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ആയിക്കോട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഇന്നലെ തൊട്ട്. ഇന്നലെ രാത്രി 1:30 ആയപ്പോൾ ഡൗൺ ചേട്ടൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയേക്കാം. മസനഗുഡി വഴി ഊട്ടിക്ക് പോയേക്കാണ് കേട്ടോ. അവർ വർഷത്തിലൊന്ന് ഒരു ട്രിപ്പ് പോകും സിജോ ചേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ മഴയൊക്കെയാണ്, സാഹചര്യം മോശമൊക്കെയാണ്, എന്നാലും അവർ വർഷത്തിലൊന്ന് പോണ ഒരു ട്രിപ്പാണ്. മോറോവർ ഡോൺ ചേട്ടൻ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന പോലെ വേറെ ഒരു കറക്കം അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാനൊന്നും പറയാൻ നിന്നില്ല. പിന്നെ നമ്മൾ മോശമല്ലേ, എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ തന്നെയാണ് ചുറ്റിപ്പറ്റി നിൽക്കുക. ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അവർ 4 പേരല്ലേ, അല്ല 5 പേര് കൂടെ കൂടിയിട്ട് പോയിക്കാണ്. നല്ല രാത്രി ഒരു 1 മണി 1:15 ആയപ്പോൾ പോയിട്ടുണ്ട്. അവർ എന്താ പറയുക, അങ്ങനെ ഡോൺ ചേട്ടനൊരു ബ്രേക്ക് എടുത്ത് ഒരു 1 day ബ്രേക്ക് എടുത്തിട്ട് പോയിക്കാണ്. എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ബിസിനസ്സും വീടും പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു ഡോൺ ചേട്ടനും. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, വർഷത്തിലൊന്ന് ഉള്ള ഒരു മോചനമാണ്, എൻജോയ്മെൻറ്റുമാണ്. അവർ അങ്ങനെ സിജോ ചേട്ടനും വർഷത്തിലൊന്ന് നാട്ടിൽ വരാറുള്ളൂ. അല്ല, വർഷത്തിലൊന്നല്ല, 2 പേരും തോന്നുന്നു.
നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലേ ഈ ചാക്കോ. എൻ്റെ ലഗേജ് എടുത്തുകൊണ്ട് നടക്കും. ചാക്കോ എവിടെ പോവാ? എവിടെ പോവാ? ബാ ഇവിടെ വായോ, ഒരു കാര്യം പറയാം. പെട്ടി കൊണ്ട് വായോ. ഈശ്വന്റെ പെട്ടി ചാക്കോ, ഇവിടെ വായോ. തോമ ഉറങ്ങാണ് കേട്ടോ. തോമ എണ്ണിച്ചിട്ടില്ല. ഇവൻ്റെ ഈ കോലാഹലങ്ങൾ കാരണം ഇനി എണ്ണിക്ക് വേഗം. ചാക്കോ 1 മിനിറ്റ് കേട്ടോ, ഞാനത് ശരിയാക്കട്ടെ. ഹായ് പറ. ഗുഡ് മോർണിംഗ്. സുഖാണോ? ഇത് നല്ല വലിയ സംഭവം. ചാക്കോനെ വിളിക്കണോ ആൻറ്റിമാർ? ആൻറ്റിമാർ വിളിക്കണോ? എന്തേന്ന് ചോദിച്ചേ? ഞാൻ വന്നു എന്ന് പറ. വന്നു പറ. സുഖാണോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും സുഖാണോ? ചായ കുടിച്ചോന്ന് ചോദിച്ചേ. ആ പാപ്പ കഴിച്ചോ? പാപ്പ കാപ്പി കുടിച്ചോന്ന് ചോദിക്കേ. കാപ്പി കുടിച്ചോ? പോവാണ് ആനക്കുട്ടി. നീന്തി തുടങ്ങിയതേ ഉള്ളൂ ചാക്കോ. അല്ലേ ചാക്കോ? ചാക്കോ ഒരു പാട്ട് പാടിക്കേ. ഹാപ്പി ബർത്ത്ഡേ പാടണ്ട കുട്ടിക്ക്. നോക്കിയപ്പോൾ ഈ മാസം മൊത്തം ഹാപ്പി ബർത്ത്ഡേ പാട്ടാ. വേറെ പാട്ട് പാടും. മഴ പാടുവായോ? ആൻറ്റിമാര് പറയണോ ചാക്കോനോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. വാ മണ്ണു വായോ പാട്. ആ മഴ പെയ്യുന്നു, ഇടി വെട്ടുന്നു, കേക്കൂലേ കേക്കൂലേ. ചാക്കോ എങ്ങനെ ചീസ് വെക്ക? ചീസ് കാലിടിച്ചോ? ഇത് ഡോൺ വിളിക്കണ്ടല്ലോ. ഡോൺ നമുക്ക് പിന്നെ വിളിക്കാം. അയ്യോ, വണ്ടിയുടെ കളർ എന്താ ചാക്കോ? വണ്ടിയുടെ കളർ എന്താ? ഞാൻ റെഡി അല്ല. ഐ എം നോട്ട് റെഡി. റെഡി സ്റ്റാർട്ട് ഗോ. ഐ എം നോട്ട് റെഡി. ചാക്കോ ഇവിടെ വന്നേ. ഇവിടെ വായോ. നാളെ ക്ലാസ് ഉണ്ടാവോ? വായോടെ വർത്തമാനം പറ ആൻറ്റിമാരോട്. വാ. പണ്ട് തോമും അങ്ങനെ നമ്മളെ വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കും കേട്ടോ. ഇവൻ അങ്ങനെയല്ല, ഇവൻ വില്ലനാണ്. കുറച്ച് നാൾ മുമ്പ് വരെ പാവം, ഇപ്പൊ വില്ലനാ. അല്ലേ ചാക്കോ? അല്ലേ ചാക്കോ? ലീലമാമ എവിടെ? ലുലുവില് പോയി ലീലമാമ. എവിടെയാ പോയെ? ലീലമാമ എവിടെയാ പോയെ? ഈശോ മാതാവിനെ ഇപ്പൊ കൊന്നായി. ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് അമ്മ അയച്ച ഒരു കൊറിയറും കാത്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, റംബൂട്ടാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ റംബൂട്ടാൻ ഇഷ്ടമുണ്ട്. അവർക്ക് കഴിക്കുന്നതിലും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ DTDC വഴി കൊറിയർ അയച്ച് സാധാരണ ഇന്നയച്ച നാളെ ഉച്ചയ്ക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ്. തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ അതിന് ആ ബോക്സിനകത്തിരുന്ന് വെന്ത് പൊഴുങ്ങി. എനിക്ക് ആലോചിക്കാൻ വയ്യ. ചാക്കോ, ലീലമാമ ഗുഡ് മോർണിംഗ് വന്നേ. ഗുഡ് മോർണിംഗ്. ഹായ്. മൂക്കിങ് വരുന്നുണ്ടോ? അയ്യേ, ഇനി നല്ല റണ്ണിങ് നോസ് ഉണ്ട്. ഡാ വേണമെന്ന് വെച്ച് ചെയ്യില്ലടാ. അപ്പോൾ നമ്മുടെ ഫ്ലാഷ് സെയിലിൻ്റെ കാര്യം മറക്കണ്ട. വേഗം വാട്സപ്പ് ചെയ്യാം. വാങ്ങിക്കണമെന്ന് പറഞ്ഞേ. വാങ്ങിക്കണേ. എക്സ്ക്യൂസ് മീ ട്ടാ. അവനങ്ങനെ ചെയ്ത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ചെയ്യുമെന്ന്. നമ്മളൊന്ന് തുടക്കം ഇട്ട പിന്നെ അതിന് വേണമെന്ന് വെച്ചിട്ട് അവൻ ചെയ്തോണ്ടിരിക്കും. അപ്പോൾ ഫ്ലാഷ് സെയിലിൻ്റെ കാര്യം മറക്കണ്ട. വേഗം ഓർഡർ ചെയ്തോളൂ. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്.
പിന്നെ ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് എല്ലാവർക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ നമുക്കെന്താണ് നീ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.